എല്ലാ പ്രേക്ഷകർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സിനിമാ ലോകവും സിനിമാ പ്രേമികളും ഇന്ന് കുഞ്ഞിക്കയെ പ്രശംസിച്ചുകൊണ്ടിരിക്കുകയാണ്. അതോടൊപ്പം ഏറെ നാളായി പ്രേക്ഷകർ കാത്തിരിക്കുന്ന ഡൊമിനിക്കിന്റെ OTT അപ്ഡേറ്റും വന്നിരിക്കുന്നു. കൂടാതെ തലയും പിള്ളേരും നാളെ കളത്തിൽ ഇറങ്ങുകയാണ്. ഈ എല്ലാ അപ്ഡേറ്റിലേക്കും പോകാം. അതിനു മുമ്പ് നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പ്രേക്ഷക സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഉടൻ തന്നെ 40,000 സബ്സ്ക്രൈബേഴ്സിലേക്ക് എത്തുന്നതായിരിക്കും. എല്ലാ പ്രേക്ഷകരുടെയും സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഇന്നായിരുന്നല്ലോ ലെജൻഡറി ഡയറക്ടറായ മണിരത്നം സംവിധാനം ചെയ്ത് AR റഹ്മാൻ, കമലഹാസൻ തുടങ്ങിയ ഇതിഹാസങ്ങൾ ഒന്നിച്ച തഗ് ലൈഫ് എന്ന ചിത്രം ഇന്ന് റിലീസായത്. ചിത്രത്തിൽ കമലഹാസനോടൊപ്പം കേന്ദ്ര കഥാപാത്രം അവതരിപ്പിച്ച ചിലംബരസൻ, നമ്മുടെ സിംബു, ചെയ്യാനിരുന്ന കഥാപാത്രം ആദ്യം തീരുമാനിച്ചിരുന്നത് കുഞ്ഞിക്കയിലായിരുന്നു. ആദ്യം ഈ സിനിമ ചെയ്യാമെന്ന് DQ ഏറ്റെങ്കിലും പിന്നീട് ചിത്രത്തിൽ നിന്നും പിന്മാറുകയായിരുന്നു. അന്ന് ഈ ചിത്രത്തിൽ നിന്നും, അതായത് മണിരത്നം ചിത്രത്തിൽ നിന്നും പിന്മാറിയ DQ കാണിച്ചത് വളരെ മണ്ടത്തരമായി പോയെന്നായിരുന്നു പല സിനിമാ നിരീക്ഷകരും വിമർശിച്ചത്. തഗ് ലൈഫ് എന്ന സിനിമ ഉപേക്ഷിച്ച് DQ തെരഞ്ഞെടുത്ത ചിത്രമായിരുന്നു തെലുങ്ക് ചിത്രമായ ലക്കി ഭാസ്കർ. ഇന്ന് തഗ് ലൈഫ് റിലീസായപ്പോൾ വളരെ മോശം അഭിപ്രായമാണ് ചിത്രത്തിന് നേടിയെടുക്കാൻ സാധിച്ചിരിക്കുന്നത്. എന്നാൽ DQ തിരഞ്ഞെടുത്ത ലക്കി ഭാസ്കർ ആദ്യ 100 കോടി DQവിന്റെ ചിത്രമായിട്ട് മാറുകയും തെലുങ്ക് സ്റ്റേറ്റ് ഫിലിം അവാർഡിൽ മികച്ച നടനുള്ള അവാർഡ് അടക്കം കരിയർ ബെസ്റ്റ് കളക്ഷൻ നേടിയ ചിത്രമായിട്ട് എല്ലാം തൂക്കിയ പടമായിരുന്നു ലക്കി ഭാസ്കർ. കുഞ്ഞിക്കയുടെ വിമർശകർ പോലും അദ്ദേഹത്തിന്റെ സ്ക്രിപ്റ്റ് സെലക്ഷനെ കുറിച്ച് ഇന്ന് പോസിറ്റീവ് അഭിപ്രായങ്ങളാണ് പറയുന്നത്. 2025 മമ്മൂക്കയുടെ ആദ്യ തിയേറ്റർ റിലീസ് ചിത്രമായിരുന്നു ഗൗതം വാസുദേവ് മേനോൻ സംവിധാനം ചെയ്ത ഡൊമിനിക് ആൻഡ് ദി ലേഡീസ് പേഴ്സൺ ചിത്രം. ചിത്രത്തിന്റെ OTT റിലീസിന് വേണ്ടി ഒരുപാട് പ്രേക്ഷകരാണ് കാത്തിരിക്കുന്നത്. ഇപ്പോഴത്തെ ചിത്രത്തിന്റെ OTT അപ്ഡേറ്റ് വന്നിരിക്കുകയാണ്. ചിത്രം ഈ മാസം ജൂൺ മാസത്തിൽ തന്നെ OTTയിൽ റിലീസ് ചെയ്യുമെന്നാണ് റിപ്പോർട്ടുകൾ വന്നിരിക്കുന്നത്. ഡേറ്റ് വരെ പുറത്തു വന്നിട്ടില്ല. ലാലേട്ടനെ നായകനാക്കി 2007 അൻവർ റഷീദ് പുറത്തിറക്കിയ സൂപ്പർ ഹിറ്റ് ചിത്രമാണ് ഛോട്ടാ മുംബൈ. ഛോട്ടാ മുംബൈ നാളെ റിലീസ് ചെയ്യുകയാണ്. ഇതിനു മുമ്പ് റിലീസ് ചെയ്യപ്പെട്ട എല്ലാ ലാലേട്ടൻ ചിത്രങ്ങളും സാമ്പത്തികമായി വൻ വിജയമാണ് ഇതിനു മുമ്പ് നേടിയെടുത്തത്. കുടുംബ പ്രേക്ഷകർ ഒരുപാട് ഇഷ്ടപ്പെട്ട ചിത്രമായ ഛോട്ടാ മുംബൈക്ക് മികച്ചൊരു കളക്ഷൻ ബോക്സ് ഓഫീസിൽ നിന്ന് വരാൻ സാധിക്കുമെന്നാണ് കരുതുന്നത്. അപ്പോൾ നമ്മുടെ പ്രേക്ഷകരിൽ ആരൊക്കെയാണ് ഛോട്ടാ മുംബൈയുടെ റിലീസ് പതിപ്പ് തിയേറ്ററിൽ പോയി കാണുന്നുണ്ടെന്ന് താഴെ കമന്റ് ചെയ്യാൻ മറക്കരുത്. ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം വീണ്ടും ഓർമ്മിപ്പിക്കുന്നു. ഫേസ്ബുക്ക് പേജിലൂടെയാണ് ഈ ഒരു വീഡിയോ കാണുന്നതെങ്കിൽ ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യുക. അടുത്തൊരു അപ്ഡേറ്റുമായി നമുക്ക് വീണ്ടും കാണാം.